അറിഞ്ഞ് പുറകിൽ നിന്ന് കഴിഞ്ഞ 42 വർഷക്കാലം മുടങ്ങാതെ യാത്ര ചെയ്ത ഒരു സാധാരണക്കാരനാണ് ഞാൻ. അങ്ങനെ മുടങ്ങാതെ വയലാർ രാമവർമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം, ഞാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആശാൻ സ്മാരകത്തിൻ്റെ ചെയർമാനായിരുന്നു. ആശാന്റെ ചരമദിനത്തിന് സർക്കാർ മുടക്കുന്നത് 2.5 ലക്ഷം രൂപയാണ്. ആലപ്പുഴയിലാണ് മഹാകവി കുമാരനാശാൻ മരിച്ചത്. എത്ര പേർ അവിടെ പോയിട്ടുണ്ട്? ചെയർമാനായപ്പോഴാണ് ഞാൻ കൂടെ പോയത് കേട്ടോ. ആദ്യമായിട്ട് ചെല്ലണം അവിടെ ഞാൻ ആപ്പെടാം. പിന്നെ നിങ്ങളുടെ കാര്യം പറയാനില്ലല്ലോ. 2.5 ലക്ഷം രൂപ മുടക്കി ആശാന്റെ ചരമദിനത്തിന് അവിടെ സർക്കാർ 50 പേരിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. പല്ലന് 2.5 ലക്ഷം രൂപ മുടക്കുവാണ്, പക്ഷെ 50 പേരിൽ കൂടുതൽ. അപ്പോഴാണ് ആരും വിളിക്കാതെ ആരാധ്യനായ വയലാറിന്റെ വീട്ടിൽ ഒരുപാട് പേരുണ്ട്. അത് എനിക്കൊരു വിയോജിപ്പുള്ളത്, അവിടെ രാവിലെ 8 മണി തൊട്ട് പുരോഗമന കലാസാഹിത്യ സംഘവും ഇപ്റ്റയും പിന്നെ യുവകലാസാഹിതിയും ഹോൾസെയിലായിട്ട് യോഗം തുടങ്ങും. ഞങ്ങളെ പോലുള്ളവരൊന്നും അവിടെ അടുപ്പിക്കില്ല. ഞാൻ ഈ 3 സംഘടനയിലും ഇല്ലാതുകൊണ്ടാണ്. പിന്നെ ഇവർക്കൊന്നും പാവം ജിനദേവ് ചേട്ടൻ മാത്രം ആ മൂലയിൽ അവിടെ ഉണ്ടാവും. നിങ്ങളൊന്നും ആ ദിവസം വരില്ല. കാര്യം അങ്ങനെ വയലാറുടെയും കുത്തകയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം തൊട്ട് ഞാൻ ശ്രീ KC വേണുഗോപാൽ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷം 11 മണിക്ക് അവരവിടെ യോഗം നടക്കുമ്പോൾ നമ്മൾ മൂലയിൽ വേറൊരു യോഗം നടത്തും, നമ്മൾ സംസാരിക്കും. ഈ വയലാറിന്റെ മൊത്തം കവിത പോലും വായിക്കാതെ, പൂമ്പാറ്റ പോലും വായിക്കാത്ത കുറെ ആൾക്കാർ സ്നേഹിക്കുക ഇല്ലേ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രം, ഈ 2 വരി അറിയാവുള്ളൂ. യോഗത്തിൽ ഇരിക്കുവോ? എന്നിട്ട് 10-20 വർഷമായിട്ട് ഇവര് തന്നെ യോഗത്തിൽ നമ്മളെ ആരും വിളിക്കും. അപ്പൊ അതിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. പിന്നെ എവിടെ ഇരുന്നാലും ആളിന് വിലയുണ്ട്. അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും എവിടെ അലങ്ങി നടന്നാലും ആളിനൊരു വിലയുണ്ട്. അതിനനുസരിച്ച് ആൾക്കാർ വിലയിടും. അപ്പോ ഈ 50 വർഷത്തിന് ശേഷവും കടന്നുപോയിട്ടും ചേർത്തല ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ചൊരു സാധാരണക്കാരന്റെ പേരാണ് വയലാർ രാമവർമ്മ. 8ാം ക്ലാസ് വരെ മാത്രം പോയ വയലാർ രാമവർമ്മയുടെ പേരിലാണ് +2 വരെയുള്ള സ്കൂൾ, വയലാർ രാമവർമ്മ സ്കൂൾ. 8ാം ക്ലാസ് വരെ മാത്രം പോയ വയലാർ രാമവർമ്മയുടെ സ്കൂൾ കവിത പഠിച്ചിട്ടാണ് ഞാനും നിങ്ങളും 9, 10, 11, 12 പാസ്സായത്. 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ച വയലാറിന്റെ കവിത പഠിച്ചിട്ട് കേരളത്തിൽ 22 പേർക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 10 പാസ്സായവരൊന്നും വിരട്ടാൻ വരരുത് എന്നാണ് ചേർത്തലയിലെ ഏറ്റവും വലിയ സന്ദേശം. ആരെങ്കിലുമൊക്കെ എന്നുള്ള സ്ഥാനത്തിരുന്ന് വിരട്ടാൻ വന്നാൽ അതൊക്കെ കൈവച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്. അങ്ങനെ 4 പേരെ ഞാൻ എല്ലാ യോഗത്തിലും പറയാറുണ്ട്. അതിലൊന്ന്, ജീവിതത്തിൽ ചെരുപ്പിടാൻ അറിയാൻ പാടില്ലെന്ന് നമ്മൾ കളിയാക്കുന്ന, വാച്ച് കെട്ടാൻ അറിയാൻ പാടില്ലെന്ന് കളിയാക്കുന്ന, നമ്മളെക്കാൾ സാധാരണക്കാരനായ ഒരുത്തൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ഥാനത്തെത്തി. അയാളുടെ പേരാണ് AK ആന്റണി. മറ്റൊരാൾ കേവലമായ പരിസ്ഥിതിയിൽ നിന്നും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളർന്ന ശ്രീ വയലാർ രവി. മറ്റൊന്ന്, നാടകം കളിച്ച് ജീവിതം പോലും തെളിഞ്ഞു പോയിട്ട് പിന്നെ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന പ്രിയപ്പെട്ട രാജൻ B. ദേവ്. അതിൻ്റെ ആദ്യം വയ്ക്കേണ്ട പേരാണ് ശ്രീ രാജൻ B. ദേവ്. ചേർത്തലയിൽ അങ്ങനെ ഇതിഹാസങ്ങളുണ്ട്. സാധാരണക്കാരായി ജീവിച്ചിട്ട് അടയാളപ്പെടാൻ ഭാഗ്യം കിട്ടിയവരാണ്. അപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ ഇവർക്കൊക്കെ വലിയ സ്വീകരണം കിട്ടിയോ എന്ന് ചോദിച്ചാൽ വലിയ സ്വീകരണമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. മനസ്സിലായി? അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ വലിയ സ്വീകരണമൊന്നും കിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടി ശ്രീ വയലാർ എഴുതിയിട്ടുണ്ട്. വയലാർ എഴുതിയത് ഇങ്ങനെയാണ്, വയലാറിനെ കളിയാക്കിയവരെ കുറിച്ച് വയലാർ എഴുതിയത് ഇങ്ങനെയാണ്: ഈയിടെ പെയ്ത മഴയ്ക്ക് ഇവിടുത്തെ കരിമണ്ണിൽ ഈയലും കൂണും മുളച്ചു വന്നു. കുടനീർത്തും കൂണുകൾ ചിന്തിച്ചു, നമ്മുടെ കുടയുടെ കീഴിലേ ലോകമുള്ളൂ. ഒരു സംഘം ഞാഞ്ഞൂലുകൾ ഒരു കുടയുടെ കീഴിലിരുന്ന് ഒരു തീരുമാനമെടുത്തു പോലും. ഗ്രഹണത്തിന് വിഷമിത്തിരി കിട്ടുമ്പോൾ നമ്മൾ ഈ ഗഗനവും ഭൂമിയും ശൂന്യമാക്കും. ആരാ പറയുന്നത്? ഞാഞ്ഞൂലുകൾ. ഇളവയിൽ ചൂടേറ്റാൽ ചത്തുപോകും ഈയലുകൾ, ഇത് പറഞ്ഞെങ്ങും പറന്നുപോയി. കവി ചൊല്ലി, ഞാഞ്ഞൂലിൻ വിഷമേറ്റ് മരിച്ചിട്ടില്ല ഇവിടുത്തെ ചിതലിന്റെ കുഞ്ഞുപോലും. പിന്നെയാണോ ഞാൻ? ഇത് കേട്ട് ഈയലുകൾ കലവില ശബ്ദിച്ചു. കവിയും കക്ഷി രാഷ്ട്രീയക്കാരനായി. ഇങ്ങനെയാണ് വയലാർ കക്ഷി രാഷ്ട്രീയക്കാരനായി. കാര്യം പറഞ്ഞപ്പോ പുള്ളി ഇന്ന പാർട്ടിയാണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ പുള്ളി ഒരു പാർട്ടിയല്ല. അപ്പോ വയലാറിനെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിൽ മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം 90s സ്കോളിൽ, ഇംഗ്ലണ്ടിലെ സ്കോളിൽ ഒരു എക്സ്പെരിമെന്റ് നടന്നു.
ആ എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ചാൽ സ്പിരിറ്റ്സ് ഉണ്ടോ ഇല്ലയോ, അതായത് പ്രേതങ്ങളുണ്ടോ ഇല്ലയോ. ഇത് ഈ എക്സ്പെരിമെന്റ് നടത്തിയത് വലിയ ശാസ്ത്രജ്ഞന്മാര്, പാരാസൈക്കോളജിസ്റ്റ്, വിശ്വാസികള്, അവിശ്വാസികള്, മതപണ്ഡിതര്, അങ്ങനെ എല്ലാവരും ചേർന്ന് നടത്തിയ ഏകദേശം 6 വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം തുടങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് സ്പിരിറ്റ്സ് വരാൻ തുടങ്ങി. ഇത് എല്ലാം റെക്കോർഡാണ് സയന്റിഫിക്കായിട്ട്. പക്ഷെ ഇത് പുറത്തു വരുന്നത് 90-കളിൽ നടന്ന കാര്യം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അതിന്റെ കാര്യം പറയാം. അപ്പോൾ അന്ന് ഓരോ സ്പിരിറ്റുകളായിട്ട് വരുമ്പോൾ ഇത് ബ്ലൂ ലൈറ്റ്സ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഈ വന്ന സ്പിരിറ്റ്സുകൾ അവസാനം ഒരു തീരുമാനമെടുത്തു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുത്തിട്ട് ആ നേതാവാണ് ഹ്യൂമൻ ബീയിങ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇതൊക്കെ ഒറിജിനലി നടന്ന സംഭവങ്ങളാണ്, റെക്കോർഡാണ്. അങ്ങനെ ഇവര് അന്ന് അവിടെ കൂടിയ ആൾക്കാരെ അവരുടെ ചിലർ അവരുടെ രൂപങ്ങൾ കാണിച്ചു കൊടുത്തു, ചിലർ അവർ ജീവിച്ചിരുന്ന സമയത്ത് 1941 അവരെ കുറിച്ച് വന്ന ന്യൂസുകൾ പ്രിന്റ് ഔട്ട് കൊടുത്തു, ശബ്ദങ്ങൾ കൊടുത്തു, അവർ സ്പർശിച്ചു. ഇതെല്ലാം ചെയ്ത് ബോധ്യപ്പെടുത്തി ഒരു പർട്ടിക്കുലർ സ്റ്റേജിലെത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ ഒരേ മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാൽ അറിയാതായി ലോകം ഭ്രാന്താലയമായി 1000 മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. ആദരവ് കൊടുക്കണമെന്നുള്ള ഞങ്ങളുടെ എല്ലാം ആഗ്രഹം കൊണ്ടാണ് ഇതിനൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഞാൻ കൃത്യമായി സംസാരിക്കുന്നില്ല. വയനാടിനെ ചങ്ങമ്പുഴയും അടയാളപ്പെടുത്തുമ്പോൾ ചങ്ങമ്പുഴയും കുമാരനാശൻ അടയാളപ്പെടുത്തുമ്പോൾ മറ്റൊരു ചക്രവർത്തി കുമാരനാശനാണെങ്കിൽ ഈ കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ദൈവമുണ്ടായതാണ് പരാജയം എന്ന് പറഞ്ഞാൽ ചങ്ങമ്പുഴയെ കുറിച്ച് അടയാളപ്പെടുത്തിയതാണെങ്കിൽ സ്നേഹിക്കുകയില്ല ഞാൻ സൗവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത തത്വശാസ്ത്രത്തെ എന്ന് പറയുമ്പോൾ വയലാറിന്റെ ആകെ സന്ദേശം അതിലുണ്ട്. ആ സന്ദേശത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് വയലാറിനെ കുട്ടികളിലേക്ക്, ഇപ്പോഴത്തെ പുതിയ തലമുറയിലേക്ക്, പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കെല്ലാം വയലാറിനെ അറിയാം. വയലാറിന്റെ 2 പേരും പാട്ടില്ലാത്ത ആരുമില്ല. പക്ഷെ കുട്ടികൾക്ക് പുതിയ വയലാറിൽ നിന്ന് വയലാർ അന്യമായിരിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികളെയും പരിചയപ്പെടുത്താൻ വേണ്ടി വയലാറിനെ വീണ്ടും ഒരിക്കൽ കൂടി വയലാറിന്റെ ഗാനങ്ങളിലൂടെ വയലാറിനെ വീണ്ടും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള നടത്തിയ ശ്രമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മഹാസമ്മേളനം, ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ എല്ലാം പ്രിയകരനായ ബഹുമാനായ ശ്രീ KC വേണുഗോപാലിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുക. അതിലേറെ നമ്മുടെ എല്ലാം സ്പർശിക്കുന്നതും വയലാർവർമ്മ ഞാനായിരുന്നു നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രകൾ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കുമ്പോൾ
47 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ജീവിച്ചിരുന്നെങ്കിൽ മലയാള ചലച്ചിത്ര ഗാനത്തിനും മലയാള കാവ്യ ശാഖയ്ക്കും കിട്ടുമായിരുന്ന അമൂല്യമായിട്ടുള്ള സമ്പത്തിനെ കുറിച്ച് നമുക്ക് ഓർക്കാൻ മാത്രമേ കഴിയൂ. 47 വയസ്സിനിടയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള രചന വൈശിഷ്ട്യങ്ങൾ അത്ഭുതകരം തന്നെ പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എന്തൊരു സാഹസികമായിട്ടുള്ള ത്യാഗപൂർണമായിട്ടുള്ള ജീവിതത്തിന്റെ ആദ്യ നാളുകളായിരുന്നു. 3.5 വയസ്സിൽ അച്ഛൻ മരിക്കും. അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ 3.5 വയസ്സാകുന്ന കുട്ടികൾ ഉണ്ടാകുന്ന വിലാപമുള്ള ആത്മകുട്ടി വിലാപമായിട്ടുള്ള കവിതയായി. ചേർത്തല സ്കൂളിൽ അദ്ദേഹം പഠിക്കാൻ വന്നതിനെ കുറിച്ച്, അദ്ദേഹം സ്കൂളിൽ ചേരാൻ വന്നതിനെ കുറിച്ചുള്ള ഒരു പരാമർശം പറയും. സ്കൂളിൽ ചേരാൻ വന്നപ്പോൾ സ്കൂളുകൾക്ക് എന്തും ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്യാപകർ അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പദമെന്ന് പറഞ്ഞേക്കാം. അപ്പോഴെഴുതി അദ്ദേഹം വസന്തം എന്ന പദം മാസ്റ്റർ തീരുമാനിച്ചു. ഹൃദയത്തിൽ വസന്തം സൂക്ഷിക്കുന്ന കുട്ടി ഇവിടെ പഠിക്കാൻ യോഗ്യനാണ് എന്ന് തീരുമാനിച്ച് സ്കൂളിൽ ചേർക്കുക എന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ മനസ്സിൽ അന്ന് മുതലേ ഭാവനയും കാവ്യാത്മകതയും കൊണ്ടു നടക്കുന്ന മഹാനായിട്ട് സത്യത്തെ നമ്മളൊക്കെ വയലാറിന്റെ ഒരു സത്യം പറഞ്ഞ ഒരു അടിമകളാണ്. ഞാനാണ് വയലാർ ദേവരാജ് ഏത് സംഘർഷപൂരിതമായിട്ടുള്ള അന്തരീക്ഷം മനസ്സിനെ നിയന്ത്രിക്കുമ്പോഴും വയലാർ ദേവരാജനും ടീമിന്റെ അല്ലെങ്കിൽ വയലാറിന്റെ ഒരു പാട്ടിന്റെ ശകലം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന കുളിർമ, സ്വാധീനം. ഒരു ചലച്ചിത്ര പിന്നണി ഗായകൻ, ഒരു കവി, അതെങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് എന്നതിന് വയലാറിനപ്പുറം വേറെ ഒന്നും പറ്റിയില്ല. ഞാനിവിടെ ദീർഘമായിട്ട് വയലാറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ നേരത്തെ ഇരിക്കുന്നവരാണ്. ഒരുപാട് ചന്ദ്രകളവും ചാർത്തി ഉറങ്ങും തീരം എന്ന് പറയുന്ന ഒരു പാട്ട് എത്ര മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുന്നതിന് ഒറ്റ ചെറിയ ഉദാഹരണങ്ങളാണ്. പി ടി തോമസ് മരിച്ചപ്പോൾ ആ പാട്ട് കേട്ട് മരിക്കണമെന്ന് പി ടി തോമസ് തീരുമാനിക്കുന്നത്. നേരത്തെ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെക്കണം പറയും. ഇതൊരു പി ടി തോമസിന്റെ മാത്രമല്ല, എത്ര മനസ്സുകളെ ആ പാട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവും. കലാകാരന്മാർ അവരുടെ കലാസൃഷ്ടി നടത്തും. കവികൾ കവിത എഴുതും, നോവലിസ്റ്റ് നോവൽ എഴുതും, കഥാകാരൻ കഥ പറയും. ഈ കഥ വായിക്കുന്നവന്റെ മനസ്സിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുക, ഇഴുകിച്ചേരുക, അവരിതിനെങ്ങനെയാണ് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഏതൊരു സൃഷ്ടിയുടെയും വിജയം കിടക്കുന്നത്. അവിടെ വയലാറിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും സ്ത്രീ സൗന്ദര്യത്തിന്റെ വർണ്ണന പ്രകാശിന്റെ മുമ്പിൽ ഇതൊക്കെ പറയുമ്പോൾ കുഴപ്പമായി പോകുന്നുണ്ട്. സ്ത്രീ സൗന്ദര്യത്തിന്റെ വർണ്ണനകളെ മൃണാളിനി എന്നുള്ള ഒരു വിളിയിലൂടെ, ഒറ്റ വിളിയിലൂടെ സ്ത്രീ സൗന്ദര്യത്തിന്റെയും അതിന്റെ ഭംഗിയെയും കുറിച്ച് എന്ത് മനോഹാരിതയോടെ വയലാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യുന്നവരാണെന്ന് വിളിക്കുക. ഇപ്പൊ ഫ്ലൈറ്റിലാണെങ്കിലും നമ്മുടെ അത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ മത്സരത്തിൽ നമ്മളെ സഹായിക്കുന്നത് ഏറ്റവും വലിയ പാട്ടുകൾ. ന്യൂ ജനറേഷൻ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ വയലാറിന്റെ പാട്ടുകളിൽ ഒരു പാട്ടെടുത്താൽ ആരും ഏതെങ്കിലും ഒരു പദം മാറ്റി നിർത്തണമുണ്ടോ? ഒരു അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള വരികൾ, അത്രയേറെ വരികളാണ് നമുക്ക് വേണ്ടി വയലാർ എഴുതി തീർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു പ്രതിഭാസമായിരുന്നു വയലാറിന്റെ. ശബരിമലയിൽ കണ്ട സൂര്യോദയം വയലാർ എഴുതിയതാണ്. ഇപ്പം ശബരിമലയിലെ തങ്കത്തിനെ കുറിച്ചൊക്കെ വിവാദമുണ്ട്. വയലാർ മാറ്റി എഴുതേണ്ടി വന്നേനെ. വയലാർ എഴുതിയതാണ്. ഇന്ത്യ ചൈന സംഘർഷങ്ങളുടെ കാലത്ത് ചൈനയെ
പുകഴ്ത്തിക്കൊണ്ട് മധുര മനോഹര മനോജ്ഞ ചൈന എന്ന വാചകം എഴുതപ്പെട്ടപ്പോൾ അതിനെതിരായിട്ട് ചൈനക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള തൂലിക വരാറുണ്ട് തന്നെയായിരുന്നു. അത് അദ്ദേഹത്തെ ഒരുപാട് കൊള്ളക്കങ്ങളോട് ഉണ്ടാക്കിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റെക്യൂസ്റ്റസ് എന്ന് പറഞ്ഞ കവിത വയലാറിന്റെ വായിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള കടന്നാക്രമണമായിരുന്നു. നമ്മൾ പറയാറില്ലേ, ചെരുപ്പിന് കണക്കായിട്ടൊക്കെ കാലം മുറിക്കുന്നവർക്ക് പറയുന്നത്. യവന കഥയെക്കുറിച്ച് പറഞ്ഞ് അവസാനം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ അപാകതകൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണമായിരുന്നു വയലാറിന്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, കേരള താലൂക്കിലൂടെ എപ്പോഴും പറയുന്നതാണ്, കയർ തൊഴിലാളികളെ കുറിച്ച് എത്ര മനോഹരമായി എഴുതിയ ഓരോ കവിതകൾ. അതിലെ സംഘർഷങ്ങളെ കുറിച്ച്, അതിലത്തെ സംഘാടനത്തെ കുറിച്ച്, അവരുടെ സങ്കടങ്ങളും വേദനകളെ കുറിച്ച്, അവരെ ചൂഷണം ചെയ്യുന്ന രീതികളെ കുറിച്ച്. വേലാത്ത നാളെ മറഞ്ഞു പോയിട്ട് ഇപ്പോഴും കയർ തൊഴിലാളി ചൂഷണത്തിന് വിധേയമായി കൊണ്ടേ ഇരിക്കുകയാണ്. മാറ്റമൊന്നുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വയലാറിൻ്റെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തെ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തുംഗ സുഖത്തിലേക്ക് എത്തിച്ചതാണ്. പാട്ടുകൾ എഴുതാറുണ്ടല്ല, പക്ഷേ പാട്ടുകൾ അത് പ്രളയത്തെയും വിരഹത്തെയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നൊമ്പരങ്ങളും വേദനകളും എല്ലാം തിരുവോരങ്ങളിൽ എത്തിച്ച് പൊതുവീതികളിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും ജനകീയനാക്കി അതിനെ മാറ്റിയ കവിയാണ് വയലാറിൻ്റെ. ഈ ഓർമ്മിക്കുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാം അഭിമാനമുണ്ട്. ഈ നാട്ടിൽ വയലാർ എന്ന് പറയുന്ന നമ്മുടെ 8 പേരുണ്ട്. ശ്രീ വയലാർ രാമവർമ്മയും അതുപോലെ നമ്മുടെ വയലാർ രവി ആണ്. വയലാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട്. വയലാർ രാമവർമ്മ അത് ഏറ്റവും ഉയരങ്ങളിലേക്ക് നമ്മളെ ഈ കൊച്ചുനാടിനെ കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അങ്ങേയറ്റത്തെ വളരെ ഞാനിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രകാശിനെ എവിടെ വെച്ചൊന്ന് പിടിക്കാൻ പറ്റുന്നു. കാരണം കല്ലേലി കുടുംബം എന്ന് പറയുന്നത് എനിക്ക് വളരെ ബന്ധപ്പെട്ട കുടുംബമാണ്. വന്ന കാലം വരെ 96 മുതൽ എൻ്റെ ഗുരുനാഥനാണ് കല്ലേലി രാഘവൻ സാർ എന്ന് പറഞ്ഞത്. എനിക്ക് ഒരു മടിയില്ല, എന്നെ പഠിപ്പിക്കാത്ത ഗുരുനാഥനാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനും എനിക്ക് വളരെ വേണ്ടപ്പെട്ട പ്രകാശ് വർമ്മയ്ക്ക് അവിടെ ഒരു ബന്ധം, ഏറ്റവും അടുത്ത ബന്ധം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും ആ വീടുകളിലൊക്കെ പോകുമ്പോൾ അദ്ദേഹം ചർച്ചാ വിഷയമാണ്. അന്ന് ബാംഗ്ലൂരിലാണ് താമസം. അതുപോലെ അഡ്വർടൈസ്മെന്റ് മേഖലയിൽ അദ്ദേഹത്തിന്റെ പ്രതിഭകൾ തെളിയിക്കുന്ന പരസ്യങ്ങളിൽ വരാറുണ്ട്. ആർക്കിടെക്ട് മേഖലയിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ടെങ്കിലും തുടരും എന്ന സിനിമയിലൂടെയാണ് പ്രകാശ് വർമ്മ സത്യത്തിൽ മലയാളിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു ആളായി മാറ്റപ്പെട്ടത് എന്ന് നമുക്കെല്ലാവർക്കും പറയാം. ആ സിനിമത്തിലെ ദുരുപയോഗപ്പെടുന്നുണ്ട്. ഇപ്പോൾ അത് നടക്കുന്ന കാര്യമില്ല. ആ പദത്തിന്റെ അർത്ഥം വളരെ മനോഹരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ ആ സിനിമ ഞാൻ കണ്ടു, തിയേറ്ററിൽ പോയി തന്നെ കാണാൻ വളരെ അപൂർവമായിട്ട് സമയം കിട്ടാറുള്ളൂ. പക്ഷെ പോയി കണ്ടപ്പോൾ പ്രകാശിന്റെ വളരെ വളരെ ഒരു ഫിനിഷിംഗ് ടച്ച്, വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടച്ച്, നമ്മളെല്ലാം അഭിമാനിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു ഫീല് നമുക്ക് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ട് തന്നെ പറയാൻ സാധിക്കും. മോഹൻലാലിൻ്റെതായാലും ശോഭനയുടേതായാലും ഒക്കെ തന്നെ ക്യാരക്ടറൈസേഷനും പിന്നീട് ആ കഥയുടെ പോക്കും ഒരു ആ കുടുംബത്തിന്റെ സംഘർഷങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന യാത്രയും
അതിനെ നേരിടുന്ന രീതികളും ഒക്കെ തന്നെ വളരെ ഭംഗിയായി ആദരിക്കപ്പെട്ട സിനിമ. നല്ല നല്ല ഡയറക്ഷൻ സിനിമ. അപ്പോൾ അതിൻ്റെ എല്ലാമെല്ലാമായ ആ സിനിമയുടെ എല്ലാമെല്ലാമായ പ്രകാശം അനുമോദിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു അവസരം എനിക്ക് തന്നത് സി തോമസാണ്. എന്തായാലും ഞാൻ ക്ഷമിക്കണം, കുറച്ച് സമയം അതിന് വേണ്ടി ഇരിക്കേണ്ടി വന്നു എന്നുള്ളത് ക്ഷമയായി കാണുക. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇത് തുടക്കം മാത്രമാണ് പ്രകാശിന്റെ ജീവിതത്തിൽ. ചലച്ചിത്ര ലോകത്ത് അദ്ദേഹം കുറെ നാളായിട്ടുണ്ടെങ്കിലും വലിയ ബ്രേക്കാണ് നമ്മുടെ തുടരുമെന്ന് പറയുന്ന പടത്തിലൂടെ അദ്ദേഹം നേടിയിരിക്കുന്നത്. ഇതൊരു ചെറിയ തുടക്കം മാത്രമായിരിക്കും. വൻ വിജയങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. എല്ലാ പ്രാർത്ഥനകൾ അദ്ദേഹത്തിനുണ്ട്. ആ പ്രാർത്ഥന സഫലമാക്കുവാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്, അദ്ദേഹത്തിന് വിവേകമുണ്ട്. അതിനായിട്ടുള്ള ഒരു എല്ലാവിധമായ സാഹചര്യങ്ങളും അപ്പോൾ പ്രകാശിലൂടെ മലയാള സിനിമയിലൂടെ പ്രകാശം വരും നാളുകളിൽ വളർന്ന് പന്തലിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും ഇത്തരം അവസരങ്ങൾ കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ നൽകുകൊണ്ട് ഈ സമ്മേളനം കാണുകയും നമസ്കാരം. ഒന്നും ചെയ്യാനുണ്ടാവില്ല. പറമ്പും പാടവും പുഴകളും ഒക്കെയാണ് കുടുംബത്തിന്. അതാണ് ഞാൻ സമ്പന്നം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വെറുതെ രാവിലെ ഒരു വടിയെടുത്ത് നടക്കും. എൻ്റെ പുറകെ ഒരു ചെറിയൊരു പട്ടി ഉണ്ടാവും. വൈകുന്നേരം വന്ന് നടക്കും, തിരിച്ചു വന്ന് കിടന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ വളരെ ഏർലി സ്റ്റേജിൽ ഞാൻ ചെയ്ത എൻ്റെ ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിൻ അന്നൊരു ചെറിയ ബ്രാൻഡായിരുന്നു. പിന്നെ അത് വളർന്നു വലുതായി 18 വർഷത്തോളം ഞാൻ ആ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. അത് വലിയ വോഡഫോൺ എന്ന് പറയുന്ന വലിയ സർവീസ് ബ്രാൻഡായി. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഹച്ച് എന്ന് പറഞ്ഞൊരു ഡോഗ് ആൻഡ് ബോയ് വെയറെവർ യു ഗോ എന്ന് പറയുന്ന ക്യാമ്പയിൻ എൻ്റെ കുട്ടിക്കാലത്തെ ബേസ് ചെയ്തിട്ടാണ്. അതിനകത്ത് വേറെ വളരെ സിമ്പിളായിട്ട് ഞാനത് ഒരു ഫിലിം ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്തൊരു ബ്രാൻഡുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒട്ടനവധി എക്സാമ്പിൾസ് ഞാൻ ഇവിടുന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കൊണ്ടുപോയ പല കാര്യങ്ങളും. അത് തന്നെയാണ് എൻ്റെ സമ്പന്നമായ കുട്ടിക്കാലം എന്ന്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ ഞാനിവിടെ വന്നിരുന്നപ്പോൾ നേരത്തെ അവർ പാട്ട് പാടുന്നതൊക്കെ കണ്ട് വളരെ ഇന്നസെൻ്റ് ആയിട്ട് അത് ആത്മാർത്ഥമായിട്ട് അത് പഠിച്ച് അത് പാടുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ. ഞാൻ അമേരിക്കയിലോ അവിടെ ഇവിടെയൊന്നും പോയിട്ട് ഞാൻ സ്കൂളിലും ഫിലിം സ്കൂളിലും ഒന്നും പോയി ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഇവിടുന്ന് പോയ ആളാണ്. ഞാൻ 10-30 വർഷമായിട്ട് അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ധാരാളം ക്യാമ്പയിൻ ചെയ്തു വരുന്നു. അപ്പോൾ എനിക്ക് കുറേ ഓർമ്മകൾ പറയാനാണെങ്കിൽ ഈ സ്ഥലത്തെ പറ്റിയും ഒക്കെ ഉണ്ട്. എന്നാലും പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ ഒരു അവസരത്തിൽ ഇപ്പം ഈ 50-ാം വയലാറിന്റെ 50-ാം ചരമവാർഷികം എന്നെ ഇവിടെ വിളിച്ചു വരുത്തുമ്പോൾ ഒരു മലയാളി എന്നുള്ള രീതിയിൽ, ഒരു വർമ്മ എന്നുള്ള രീതിയിൽ, വയലാറിന്റെ ബന്ധു എന്നുള്ള രീതിയിൽ, ചേർത്തലക്കാരെന്നുള്ള രീതിയിൽ ശരിക്കും അഭിമാനം തന്നെയാണ് എനിക്ക്. അത് പറഞ്ഞറിയിക്കാൻ അദ്ദേഹത്തിന്റെ കവിതകൾ, സംഗീതം, സിനിമ, സാഹിത്യം, ഇതൊക്കെ ഞാൻ വെറുതെ പറയില്ല. കാര്യം നമ്മൾ ഇവിടുന്ന് പോയതായതുകൊണ്ട് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. എന്നെ ശരിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള എൻ്റെ വർക്കിലുമൊക്കെ ധാരാളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിനും ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞു തുടങ്ങിയാൽ പുസ്തകം എഴുതാം, ധാരാളം. അതിനുള്ള ഭാഗ്യം കൂടെ കിട്ടി എന്നുള്ളതാണ്. വളരെ ചെറുപ്പകാലത്ത് നമുക്ക് അദ്ദേഹത്തെ പറ്റി അറിയാൻ, മനസ്സിലാക്കാൻ. എൻ്റെ അച്ഛൻ വയലാറിന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിൽ എനിക്ക് ഓടിക്കളിക്കാനും അദ്ദേഹം ഇരുന്ന കസേരയിലിരിക്കാനും കിടക്കാനും ഒക്കെ സാധിച്ചു. അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ചടങ്ങിൽ ഞാനിവിടെ ഇരിക്കുന്നു, സാറ് പറഞ്ഞ വാക്കുകൾ, ഇതൊക്കെ വളരെ വലിയ കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഒരിക്കലും മറക്കില്ല. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു ചടങ്ങ്
ലളിതമായ വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു ചടങ്ങ് എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ്. എൻ്റെ മനസ്സിൽ എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ എന്നെ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് വയലാറുണ്ടായിരുന്ന ആ ഒരു തലമുറയും ഇന്നും ഇനി വരുന്ന തലമുറയൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അവരെ എല്ലാവരും ഇൻസ്പയർ ചെയ്യും. അതൊക്കെ ഒരു വഴികാട്ടിയാണ് എന്ന് സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് എനിക്ക് നന്ദി പറയാൻ വളരെ 2-3 പേരും കൂടെ ഞാൻ പറയട്ടെ. ഞാൻ 30 വർഷമായിട്ട് ക്യാമറയുടെ പുറകിൽ പ്രവർത്തിച്ചു. മറ്റുള്ളവരെ അഭിനയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അഡ്വർടൈസിംഗ് ഫിലിം ഞാൻ ചെയ്യുന്ന തലത്തിലുള്ള സിനിമകൾ, ഫിലിംസ്, അത് ഒരു സിനിമ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കാട്ടിലും സമയമെടുക്കുന്ന കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അഡ്വർടൈസിങ്. അപ്പൊ അതിനകത്ത് ഒരാളെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു 10-100 കാണേണ്ട ഒരു അവസ്ഥ വരും. ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇറങ്ങി വരും. പക്ഷെ ഇത് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറാകരുത്, ഓരോ പ്രാവശ്യവും അത് കാണുമ്പോൾ എന്തൊക്കെയോ നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നുക എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം ആത്മാർത്ഥമായിട്ട് അന്നും ഇന്നും 30 വർഷമായി യാദൃശ്ചികമായി എങ്ങനെയോ എനിക്ക് സിനിമയായിട്ട് ബന്ധമുണ്ട്. ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് ലൂസാറിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിരുന്നു. പല ഫിലിം മേക്കേഴ്സും ഒക്കെ അസിസ്റ്റന്റ് 95-ലും 96-ലും ഒക്കെ 2000 തൊട്ടാണ് ഞാൻ എൻ്റെ അഡ്വർടൈസിംഗ് ഫേം തുടങ്ങി മുമ്പോട്ട് പോയത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരു സർക്കിൾ പോലെ ഞാൻ യാദൃശ്ചികമായി വളരെ വലിയൊരു സിനിമയുടെ വളരെ അംബിഷ്യസ് ആയിട്ടുള്ളൊരു പ്രൊജക്ട്, അങ്ങനത്തെ ഒരു സിനിമയിൽ ഞാൻ യാദൃശ്ചികമായി എത്തുക. അതിൽ ക്യാമറയുടെ മുമ്പിൽ ഒരിക്കൽ പോലും ഞാൻ അഭിനയിക്കാത്ത എന്നെ എന്തോ ഒരു വിശ്വാസത്തിന്റെ പേരിലോ എന്താണ് എന്നെ കണ്ടതെന്ന് എനിക്കറിയില്ല. അതിന്റെ സംവിധായകനായ നമ്മുടെ ചേർത്തലയിലൊക്കെ വൈക്യംകാരനായ തരുൺ മൂർത്തിയോട് എത്ര നന്ദി പറയാനും എനിക്ക് മതിയാവില്ല. കാര്യം ഞാനൊരു സംവിധായകനാണ്. അതൊരു വലിയൊരു ഡിസിഷനാണ്. കാര്യം ആ ഫിലിമിലെ വളരെ പിവറ്റൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് വളരെ വലിയൊരു ലെജൻഡറി ആക്ടറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് അഭിനയിക്കേണ്ട ഒരവസ്ഥയാണ്. ഇദ്ദേഹം ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. അതേപോലെ അത് എഴുതിയ KR സുനിൽ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇവർക്കൊക്കെ എങ്ങനെയാണ് തോന്നിയത് എനിക്കറിയില്ല. അതിന്റെ പ്രൊഡ്യൂസറായ രഞ്ജിത്ത് രജപുത്ര ഫിലിംസ്, അവരൊക്കെ ഒരു സമയത്ത് ഒറ്റ ഒരു അതേ സമയം എടുത്തില്ല അവർ ആക്ച്വലി ഈ ഡിസിഷൻ എടുക്കാൻ. അതിലുപരി ഞാൻ ആ സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ആരുടെയും സമയം ചെലവാക്കരുത്, ഇത് നിങ്ങളുടെയൊക്കെ ഒരു അംബിഷ്യസ് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ എന്നെ ഒരു ക്ലിപ്പ് ഷൂട്ട് ചെയ്തിട്ടൊന്ന് മോഹൻലാലിന് അയച്ചു കൊടുക്കും. അദ്ദേഹം എന്താ പറയുന്നതെന്ന് നോക്കാം. അദ്ദേഹമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് എനിക്കറിയില്ല എന്നാണ്. അദ്ദേഹം അത് കണ്ടിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞാണ് മോഹൻലാലിന് ഫാസിലിട്ട മാർക്ക് 2 ആയിരുന്നെങ്കിൽ എനിക്ക് മോഹൻലാലിന്റെ മാർക്ക് 100 ആയിരുന്നു. മഹാഭാഗ്യമായിട്ട് ഞാൻ ശരിക്കും ആസ്വദിച്ച് ചെയ്ത സിനിമയാണ്. അത് സക്സസ്ഫുൾ ആയാൽ എനിക്ക് ഏറ്റവും സന്തോഷം. അത് കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സ്നേഹവും അത് തന്നെയാണ് എനിക്ക് ഇനി ഉണ്ടാവുന്ന എൻ്റെ ഉള്ളിലെത്തി ഞാൻ മുമ്പോട്ട് പോകാനുള്ള കാരണം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉദ്ദേശിച്ച ഒരു സമയത്ത് പറയാം. അതിന്റെ ആ സിനിമയിൽ എന്റെ റിട്ടയർമെന്റ് അവസ്ഥയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഡയലോഗ് കുളിമുറി കുറ്റിയിട്ടും കുറ്റിയിടാതെയും ഈ ജോർജ് സാറ് വിളിക്കും.